സൈബൂസ് വിഷൻ. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. എന്താ പറയുക, എല്ലായിടത്തും ചൂട് തന്നെയാണ്, അതുപോലെ ഇവിടെയും ചൂട് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടോ. പക്ഷേ എന്തോ വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് അത്ര നല്ല ചൂടാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം രാത്രിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉറങ്ങാൻ പറ്റുന്നില്ല, അത്ര ചൂട്, ഭയങ്കര ചൂട് തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ്, എല്ലായിടത്തും ചൂടൊക്കെ തന്നെയാണ്. അപ്പോൾ പതിവ് പോലെ ഇന്നും എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പാചകവും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തൊക്കെ ചെയ്യണം സൈബു? ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ. ഇന്ന് രാവിലെ തന്നെ മീൻ വാങ്ങിട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ രാവിലെ തന്നെ ചേട്ടൻ മീൻ വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് വൈകുന്നേരം മീൻ വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും താമസിക്കുന്നു. ആ സമയമാകുമ്പോൾ കാര്യമായിട്ട് മീൻ കിട്ടാനില്ല കേട്ടോ. അല്ലേ, മീനൊക്കെ അരപ്പ് പുരട്ടി വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ അരമണിക്കൂറോളം ആയി കേട്ടോ. അപ്പോൾ ഞാനിനി അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2ആയിട്ടാണ് മീൻ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകവും മീനൂന് അരപ്പ് കുറച്ച് പ്രത്യേകവും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കാപ്പിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല, കാപ്പി സമയമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മീൻ കിട്ടിയത് കൊണ്ട് വിചാരിച്ചു രാവിലെ തന്നെ അങ്ങ് മീനൊക്കെ അങ്ങ് ഫ്രൈ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മീനക്കുട്ടി എണീറ്റില്ല, മീനക്കുട്ടി നല്ല ഉറക്കം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിടന്ന് ഉറങ്ങട്ടെ, എന്ന് എണീക്കുന്ന സമയമായില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അവളെ വിളിച്ചില്ലേ. പിന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ പുരട്ടി വെച്ച ശേഷം പിന്നെ ഞാൻ ചോറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇവിടെ മീൻ കറി വെച്ചാൽ ആരും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെത്തോലിയല്ലേ, കറി വയ്ക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ഇപ്പുറത്തെ അടുപ്പിലൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് കടുവൊക്കെ താളിച്ചിട്ട് ഒരു തോരൻ കൂടി വെക്കുന്നുണ്ട്. ഇന്ന് വെക്കുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞൊക്കെ വെച്ചു. സാധാരണ ഞാൻ എണീക്കുന്ന സമയമൊന്നും ആയില്ല. സാധാരണ ഞാൻ മീനുക്കുട്ടിനെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് പതിവിലും നേരത്തെ എണീറ്റു. പിന്നെ സമയമുണ്ട്, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാനായിട്ട് തോന്നത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് രാവിലെ തന്നെ അങ്ങ് ജോലി ഒതുക്കാം. അപ്പോൾ ചൂടുമല്ലേ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് രാത്രി ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ മീനക്കുട്ടീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയതിന് ശേഷം വന്ന് 10 മണിക്ക് ശേഷം കേട്ടോ ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. ഇന്ന് പിന്നെ നേരത്തെ ആയതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ ബീട്രൂട്ട് തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മീനക്കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന മീനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അത് അവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. മീനക്കുട്ടീനെ ഇനി വിളിച്ച് എണീപ്പിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടാണ്, അരിപ്പുട്ടാണ്. അപ്പോൾ രാവിലെ ഇന്ന് അരിപ്പുട്ടാണ്. അപ്പോൾ അരിമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് റവ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും മീനുകുട്ടിക്കും മാത്രമായിരുന്നെങ്കിൽ അരിമാവ് തികയായിരുന്നു. അപ്പോൾ ജൂലിക്ക് കൊടുക്കാൻ ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവക്കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തികയത്തില്ലെന്ന് കരുതി കുറച്ച് റവ മാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇന്ന് പുട്ട് ഉണ്ടാക്കുന്നത്. പുട്ടിന് വേറെ കറിയൊന്നുമില്ല, ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കി തീർത്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട പുട്ട് നമ്മുടെ ജൂലിക്കുട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കും മീനുവിനും ജൂലിക്കുട്ടിക്കും ആയിട്ടുള്ള പുട്ടൊക്കെ റെഡിയായി. ഇനി കാപ്പി കുടിക്കണം. അപ്പോൾ ഇതാ രാവിലത്തെ മീൻ ഫ്രൈയും കൂട്ടിയാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ മീനുവിനും മീൻ ഫ്രൈ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ നെത്തോലി മീനും പുട്ടുമൊക്കെ കഴിച്ച ശേഷം ആ മീനുക്കുട്ടീനെ റെഡിയാക്കി അവൾ അംഗൻവാടിയിലോട്ട് പോയി കേട്ടോ. ഇന്നിനി ഉച്ചത്തേക്ക് കറിയായിട്ട് വെക്കുന്നത് ഒരു വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. വറുത്തരച്ച ഒരു വെണ്ടയ്ക്ക തീയലാണ്. അതിന് ചീനച്ചട്ടി ചൂടാക്കി വെച്ച ശേഷം എണ്ണയൊക്കെ വീട്ടി അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി
ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം. കടു ഇട്ട് കൊടുത്തില്ലേ, കറി വെച്ചതിന് ശേഷം കടു തളിച്ച് പ്രത്യേകം വീട്ടാമെന്ന് വിചാരിച്ച് കടു ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഇവിടെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ വെന്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം രാവിലെ കറണ്ട് പോയി വന്ന് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വറുക്കാനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വറുത്തരച്ച് വെച്ച വെണ്ടയ്ക്ക തീരെ റെഡിയായി. അതിലോട്ട് കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് കടുകൂടി താളിച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ പരിപാടിയൊക്കെ ഏകദേശം എല്ലാം ആയി കേട്ടോ. കറികളും എല്ലാം ആയി കൂട്ടുകാരെ. അപ്പോൾ ഞാനിനി ചോറ് കഴിക്കാനായിട്ട് പോവേണ്ട. ചോറും ബീട്രൂട്ട് തോരനും നമ്മുടെ നത്തോലി ഫ്രൈയും പിന്നെ വെണ്ടയ്ക്ക തീയലൊക്കെ കൂട്ടി ചോറ് കഴിക്കണം കൂട്ടുകാരെ. അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ എൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങളും കുട്ടി പാചകവും ഇതൊക്കെയായിരുന്നു. എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു ഞങ്ങളുടെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.